അൻവറിന് പേരെടുത്ത് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മറുപടി. സിപിഎമ്മിന്റെ നിയമസഭാ കക്ഷി അംഗമായിരുന്ന കാലത്ത് പി അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഡിജിപിയെ കൊണ്ടാണ് അന്വേഷിപ്പിച്ചത്. ഡിജിപിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണമോ അതുണ്ടായിരിക്കും. നടപടികൾ ഉണ്ടാകും മുൻപ് അൻവർ അജണ്ടയുമായി ഇറങ്ങിക്കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അൻവർ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ സിപിഐഎമ്മിന്റെ നിയമസഭാ പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിയമസഭാ പാർട്ടി അംഗമല്ല, നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല, ഞാൻ LDFന്റെ ഭാഗവുമല്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏത് ഭാഗമാണെന്ന് പിന്നീട് അദ്ദേഹം തീരുമാനിക്കട്ടെ. ഏതായാലും അദ്ദേഹം നിയമസഭാ പാർട്ടി അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ടായിരുന്നു. ആ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളിയല്ല സർക്കാർ ചെയ്തത്. ആ ആരോപണങ്ങൾ ഗൗരവത്തിലെടുത്തു. അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവി, അതാണ് സംസ്ഥാന പോലീസ് മേധാവി, ആ റിപ്പോർട്ട് വരട്ടെ. വന്നതിന് ശേഷം ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യണോ ആ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും. ഇവിടെ അതിനു മുൻപ് തന്നെ പ്രത്യേക അജണ്ടയുമായി അദ്ദേഹം രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ നിലയാണ്. അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അൻവറിന്റെ വിമർശനങ്ങൾക്ക് അതിരൂക്ഷ ഭാഷയിലായിരുന്നു മറുപടി. ചില പ്രത്യേക ബോധോദയത്തിന്റെ ഭാഗമായി വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചുകൂവിയാൽ അതിൽ തീരുമാനങ്ങൾ എടുക്കുന്ന പാർട്ടിയല്ല CPM. വർഗീയതയുടെ ഭാഗമായുള്ള പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമം. ആരുടെ ഒപ്പം നിൽക്കാനാണ് ശ്രമിക്കുന്നത് അവർ തന്നെ അൻവറിനെ തള്ളിപ്പറയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPIMന് അതിൻ്റെതായ സംഘടനാ രീതിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രത്യേകമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നാണ് CPIM പ്രവർത്തിച്ചു പോകുന്നത്. ചില പ്രത്യേക ബോധോദയത്തിൻ്റെ ഭാഗമായി വഴിയിൽ നിന്ന് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു കൂവിയാൽ, കുറേ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങളെടുത്തു പോകുന്ന ഒരു പാർട്ടിയല്ല CPIM. ഗൂഢലക്ഷ്യം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ നോക്കുന്നതാണ് നല്ലത്. ഇവിടെ കൃത്യമായ വർഗീയ അജണ്ടയുടെ ഭാഗമായുള്ള പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം കാണുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരു കാലത്തും അംഗീകരിക്കില്ല. പാർട്ടിക്കെതിരെ തുറന്ന പോര് പ്രഖ്യാപിച്ച PV അൻവറിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി SDPI കൂട്ടുകെട്ടെന്ന് CPM. ലീഗും കോൺഗ്രസും ഇതിനൊപ്പം ഉണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾക്ക് ശക്തിയുണ്ടെന്ന് CPM അംഗീകരിച്ചോ എന്നായിരുന്നു അൻവറിന്റെ മറുചോദ്യം. ശേഷം പൊതുയോഗം നടത്തി. ആ പൊതുയോഗം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാതിന്റെ പിന്നിൽ. രണ്ട് പ്രബലമായ വിഭാഗമാണ് അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത്. ഒന്ന് SDPI ആണ്, മലപ്പുറത്ത് അതിന് ക്ഷാമമില്ലല്ലോ. മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്, അതിൻ്റെ ഒപ്പം ലീഗ്, കോൺഗ്രസ്. അതിൻ്റെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമേ, 10-30 ആളുകൾ മാത്രമാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ഉണ്ടായത്. 2000 ആളെ കാണിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് വമ്പിച്ച ഒഴുക്കാണ് എന്ന് പറയാനാണ് അവർ ആദ്യം ശ്രമിച്ചതെങ്കിലും ഓരോരുത്തരുടെയും കയ്യിലേക്ക് കൊണ്ടുപോയി കയ്യിൽ വെച്ച് അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തരും പറയാൻ തുടങ്ങിയതൊന്നും കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലല്ല. പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം 5 കൊല്ലം മുമ്പ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പോയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഒരാളായിരുന്നു. ഞങ്ങളിതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. വേറൊരു DYFIക്കാരുണ്ട്, അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പും ഇല്ല, ഇപ്പോൾ സംഘടനാ രംഗത്തുമില്ല. ബാക്കി മുഴുവൻ പറഞ്ഞത് നിങ്ങൾക്കറിയുന്നത് പോലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. പിന്നെ ജമാഅത്ത് ഇസ്ലാമും SDPIയും അവർ പേര് വെളിപ്പെടുത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പിന്തുണയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ സൂചന എന്താ? വർഗീയവാദത്തിന്റെ 2 ഭാഗങ്ങളുണ്ട് കേരളത്തിൽ. ഒന്ന് ഹിന്ദു വർഗീയതയാണ്, ഭൂരിപക്ഷ വർഗീയത. ഏറ്റവും ആദ്യം എതിർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെ, സംശയമില്ല. CPM വലിയൊരു തെറ്റിദ്ധാരണയിലാണ്. നേതൃത്വത്തിന്റെ വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്
കഴിഞ്ഞപ്പോൾ നേതൃത്വം വിലയിരുത്തി വന്നിരിക്കുന്നത് അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയമുണ്ടായി എന്ന ഒരു കണ്ടെത്തലാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വന്നിട്ടുള്ളത്. അത് തീർത്തും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു ചർച്ച ഈ സംസ്ഥാനത്ത് നടന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഇവിടെ യഥാർത്ഥ വിഷയം യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിനെ ഈ രീതിയിൽ പരാജയപ്പെടുത്തിയത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പോലീസിങ് തന്നെയാണ്. പോലീസിങ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വണ്ടിയില്ലാത്തവരാരാ, വാഹനമില്ലാത്തവർ, ബൈക്കെങ്കിലും ഇല്ലാത്ത കേരളത്തിൽ എത്ര ശതമാനം ഉണ്ടാവും? 10% ഉണ്ടാവും. അപ്പോൾ ആ 90%ത്തെയും ബാധിച്ച വിഷയം എന്താണ്? അനാവശ്യമായ വണ്ടി തടഞ്ഞു നിർത്തുക, അനാവശ്യമായ ഈ പറയുന്ന ഫൈനുകൾ ഇടുക. എന്തിനാണ് പറയുന്നത്? ഈ ക്യാമറ സിസ്റ്റം വന്നപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തു പോകുന്ന വണ്ടി അത് പാർക്കിങ്ങിന്റെ ഒരു പൊസിഷനിലാണെങ്കിൽ പോലും ക്യാമറ ചരിച്ചു പിടിച്ച് ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, ഫൈൻ അടപ്പിക്കുക. റിയർ മിറർ ഒരു സൈഡിലില്ല, നിർത്തിയിട്ട വണ്ടിയാണ്, അവിടെ വരിക, ഫോട്ടോ എടുക്കുക. ഈ പറയുന്ന രീതിയിൽ നിരന്തരമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഗവൺമെന്റിനെതിരാക്കിയതിന്റെ മർമ്മപ്രധാനമായ കാരണം ഈ പോലീസാണ്. ഈ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ലോ ആൻഡ് ഓർഡറാണ്.